അപ്പം നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇലവീഴ പൂഞ്ചിറയുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫൈനൽ ഡെസ്റ്റിനേഷനിലെ ഒരു കാഴ്ച കാണണ്ടേ. അതായത് ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ തൊട്ട് മുമ്പുള്ള ഏരിയ ആണ് കേട്ടോ. നൈസല്ലേ? ആ റോഡിൻ്റെ ബ്യൂട്ടി ഉണ്ടോ? ഒരു സൈഡിൽ വെയിലും ഒരു സൈഡിൽ തണലും അല്ലേ? മനോഹര കാഴ്ച, അടിപൊളിയല്ലേ? ചുറ്റും നമ്മൾ ഇത്രയും നേരം കണ്ട ഭംഗിയുടെ തീർത്തും ഫൈനലായിട്ടുള്ള ദൃശ്യം അടിപൊളിയല്ലേ? ഇതിൽ പരം എന്ത് വേണം നമുക്ക് ഈ മലമുകളിൽ വന്ന് കാണാൻ? മനോഹരം, അതിമനോഹരം. അത് ഒറ്റ വാക്കിലൊന്നും പറഞ്ഞാൽ തീരില്ല, അത്രയധികം ഉണ്ട് പറയാനായിട്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തിട്ട് നമ്മളതിൻ്റെ അടുത്ത ഭംഗിയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചയാണ് ഇതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇലവീഴ പൂഞ്ചിറയുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? നമുക്കൊന്ന് വൈഡി കണ്ടാലോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയണം. ഇഷ്ടമായാൽ ഇനിയും ഇതുപോലുള്ള മനോഹരമായ സ്ഥലങ്ങളിൽ ചെന്ന് നമ്മൾ വീഡിയോസ് പകർത്തും. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും. ഒരു മനസ്സുഖം. നൈസല്ലേ? അടിപൊളിയല്ലേ? ഇനി ഇതിൻ്റെ കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ശ്രമങ്ങൾ എപ്പോഴും നല്ലതിനാണല്ലോ. പക്ഷേ ഉരുണ്ട് വീഴാൻ ചാൻസുള്ള സ്ഥലങ്ങളായതുകൊണ്ട് നമ്മളങ്ങനെ കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നത് ആപത്താണ്. എനിവേ, നൈസല്ലേ? ഗംഭീര ദൃശ്യങ്ങളാണ്. മനസ്സിന് ഇത്രയും സന്തോഷം തരുന്ന ഒരു ദിവസം, കിട്ടിയ ഒരു ദിവസം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നിറയെ ഓരോ ഡെസ്റ്റിനേഷൻസ് ചെല്ലുമ്പോഴും ഓരോ സന്തോഷമാണ് കിട്ടുന്നത്. കാരണം ഓരോ സ്ഥലത്തെയും ലാൻഡ്സ്കേപ്പ് ഓരോ തരത്തിലാണ്. നമുക്കതങ്ങനെ പ്രവചിക്കാനും നിർവചിക്കാനും ഒന്നും സാധിക്കില്ല. ഓരോ സ്ഥലത്തും ഓരോ ഭംഗിയാണ്. ഇനി ഇവിടെ ഒരു സിനിമ ഷൂട്ട് ചെയ്ത ഓർമ്മയില്ലേ? ഇലവീഴ പൂഞ്ചിറ. ആ പടത്തിൽ കണ്ട ലൊക്കേഷനല്ലേ അവർ താമസിക്കുന്ന റൂം. നമുക്കതും കൂടി ഒന്ന് കണ്ടാലോ? ചുമ്മാ നൈസല്ലേ? ഈ പങ്ക ഒരു വേറിട്ട രസമാണല്ലേ? നല്ല ഭംഗിയാണല്ലേ? അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് അങ്ങനെ ഇതാണ് അവർ താമസിച്ച വീടല്ല, ആ ഒരു കോട്ടേജ്. പോലീസ് വയർലെസ് സ്റ്റേഷൻ. പിന്നെ ഇതൊരു കിടിലൻ ആംബിയൻസാണ്. നൈറ്റ് ലൈറ്റ് തെളിഞ്ഞിട്ട് ഈ ഒരു ആംഗിളിൽ ഒരു ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? നൈസല്ലേ? പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ അടുത്ത ഒരു
ഞെട്ടിക്കുന്ന ആംബിയൻസ് കാണാം. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ ഇലവീഴ പൂഞ്ചിറയുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ചുറ്റും കണ്ണടിച്ചുകൊണ്ട് നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും പതിയെ സൈൻ ഓഫ് ചെയ്യുന്നു. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ യാത്ര തിരിക്കും. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് സേഫായിട്ടുള്ള ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നിന്നില്ലെങ്കിൽ പണി പാളും. സോ നമ്മൾ സേഫായിട്ടുള്ള കല്ലിൻ്റെ മുകളിലേക്ക് കയറി. അവിടെ ഡേഞ്ചറായിരുന്നു, ഭയങ്കര ഡേഞ്ചറായിരുന്നു, നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. സോ അപ്പോൾ നമ്മളിവിടുന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നല്ലൊരു ഫ്രെയിം നോക്കി നമ്മളിവിടെ നിന്നും ഒരു സൈൻ ഓഫ് ചെയ്യുന്നു. ബായ്. ഇവിടെ കുറച്ച് ക്രൗഡൊക്കെ ആയതുകൊണ്ട് കുറച്ച് സ്ഥലത്ത് നമുക്കധികം സൗണ്ടും വോയിസും ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അഭ്യാസ പ്രകടനമൊന്നും നടന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ല ചില ഫൈനൽ സ്റ്റേജിലെത്തിയപ്പോൾ. കാരണം അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. സോ ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ റൂൾ. നമ്മൾക്ക് കിട്ടാനുള്ളതെല്ലാം നമ്മൾ ഒപ്പിയെടുക്കുകയും വേണം. സോ അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒന്നുകൂടി ബായ്.